കഴിഞ്ഞ വർഷം അതായത് ഡിസംബർ 30-ാം തീയതി നമ്മുടെ അവിടെ അമ്പലപരിപാടി ആയിരുന്നു കേട്ടോ. ദിവസേനയുള്ള അമ്പലയാത്ര കാരണം നല്ല കോൾഡ് പിടിച്ചിരിക്കുകയാണ്. അത് കാരണമാണ് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ സമയം എടുത്തത്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കുഴക്കത്തറ പുരട്ടിൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. മാക്സിമം അമ്പലപരിപാടികളൊന്നും നമ്മളൊന്നും ഒഴിവാക്കാറില്ല. അതിപ്പോൾ നെന്മാറ വേലയായാൽ പോലും കേട്ടോ. വീടിൻ്റെ മുന്നിൽ നമുക്കൊരു ഉത്സവം വരുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കോൾഡാണെന്ന് പറഞ്ഞ് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ കാണാൻ പറ്റുന്നത് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഓരോ ചാൻസും ആണല്ലോ. അങ്ങനെ ഇന്നിപ്പോൾ നമ്മുടെ പുരട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ 5 ഗജവീരന്മാരാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ തലയെടുപ്പോടുകൂടി തടമ്പൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ശരിക്കും ഒരു ആനച്ചന്തം തന്നെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ഞങ്ങളൊക്കെ ആനയും ആരവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ ഈ കോഴി ചത്താലും കുറുക്കൻ്റെ നോട്ടം കോഴിക്കൂട്ടിലായിരിക്കുമല്ലോ, അതുപോലെയാണ് ആനനെയൊന്നും കാണണ്ട, അവളുടെ നോട്ടം എവിടെയാണെന്നല്ലേ കളിപ്പാട്ടത്തിലേക്ക് കണ്ടാ. ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ ഉള്ളിൽ നമുക്കിതിൻ്റെ ഏത് വാങ്ങിപ്പിക്കാനായിരുന്നു കേട്ടോ ലച്ചു. നോക്കി നോക്കി മനസ്സിൽ ഉദ്ദേശിച്ച പോലെ ഒരു കാര്യം കണ്ടെത്തുകയും ചെയ്തു. അച്ഛനോട് അത് സജസ്റ്റും ചെയ്തു കേട്ടോ. വാങ്ങിത്തരാമെന്ന് പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് പിന്നെ ആ കൊട്ടിനനുസരിച്ച് ഓരോ ഡാൻസൊക്കെ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് അവൾ ഉദ്ദേശിച്ച സാധനം വാങ്ങിക്കൊടുത്തു. ഇതായിരുന്നു കേട്ടോ വാങ്ങിക്കൊടുത്ത സംഭവം. പക്ഷെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പോകുന്നതിൻ്റെ ഉള്ളിൽ അതൊന്ന് എഴുതി നോക്കുമ്പോൾ ഒരു ചാൻസും ഇല്ല, ഒന്നും അതിൽ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് അത് മാറ്റി വേറൊരു സാധനം വാങ്ങി. അങ്ങനെ ആനയും ഒക്കെ കൊട്ടൊക്കെ പോയതിന് ശേഷം ഞങ്ങളും അവിടുന്ന് നേരെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഇനി അടുത്തത് ഒരുപാട് വിശേഷങ്ങൾ കൊല്ലംകോട് ഉണ്ട്. നമുക്ക് അടുത്ത കാഴ്ചകളായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ.